അങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. തമ്മിൽ തല്ലണം, തമ്മിൽ തല്ലി അങ്ങോട്ടും ഇക്കടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരം വരൂ അല്ലേ? എന്തൊക്കെ ഉപദേശമായിരുന്നു. കുറേ ആളുകളല്ലേ നമ്മുടെ ഗോപ്രോ മച്ചാൻ പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ, ഞാൻ പോവില്ല, പോടാ. സിജോന്റെ ഭാഗത്ത് എന്തിനാ അധികം ഇങ്ങനെ ഒരു ഒറ്റൊരുത്തൻ പോരെ? ഈ ഒറ്റൊരുത്തൻ ഇത് മതി, ഇതിനെ ചേർത്ത് പിടിക്കണം. അപ്പോഴേ നമുക്ക് എന്താ ജീവിതത്തിൽ സ്വൈര്യവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവുള്ളൂ. സിജോ ഇപ്പോൾ എന്താ ആലോചിക്കുന്നത് അറിയുള്ളൂ, എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഞാൻ ഈ പ്രശ്നം ഒന്ന് തീർത്ത് വന്നതാണ്, നീ അതിനിടയ്ക്ക് ഓവറാക്കി ചളവാക്കാതെ അപ്പുകുട്ടാറുടെ അവസ്ഥയായി പോയി. അയ്യോ, നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ആളെ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഓക്കെ, ഏകദേശം 10 മണിക്കൂർ മുന്നേ സിജോൻ്റെ വളരെ കടുത്ത ആരാധകനും സപ്പോർട്ടറും സിജോൻ്റെ സ്വന്തം സഹോദരനാണെന്നറിയില്ല, സഹോദര തുല്യനായിട്ടുള്ളൊരു വ്യക്തി സിജോനെ സഹായിക്കാൻ എന്ന വ്യാജേന 10 മണിക്കൂർ മുന്നേ ഇട്ടിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ചെറിയൊരു പോർഷനാണ് ഇട്ടിട്ടുള്ളത്. 10 മണിക്കൂർ കൊണ്ട് ഏകദേശം 300 പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഏകദേശം 300 വ്യൂസാണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടു, എന്താ സംഭവം എന്ന് മനസ്സിലായെന്ന് അറിയില്ല. അതായത് സംഗതി ഒന്നുമില്ല, അനന്തുവിൻ്റെ വീട്ടിൽ പോയി സിജോ മാപ്പ് പറഞ്ഞു, ഈ പ്രശ്നം ഏകദേശം അവിടെ തീർന്നു എന്നുള്ള കണ്ടീഷനിൽ. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അറിയില്ല. ഇയാൾ കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒന്ന് ഗോപ്രോ മച്ചാനാണ്, അത് ഞാനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഞാൻ ഇയാളുടെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാം. എക്സ്പ്ലനേഷൻ അതിന് മുന്നേ ഈ സംസാരിക്കുന്ന വ്യക്തിയോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോ എന്നറിയില്ല, ഞാൻ 2 വീഡിയോ ആണ് സിജോൻ്റെ ഇട്ടത്. ആദ്യത്തെ വീഡിയോ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് സംസാരിച്ചു, സത്യമാണ്. രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇട്ടതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ സിജോൻ്റെ 2ാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം വളരെ കൂളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഞാൻ സിജോനെ സപ്പോർട്ടാണോ ചെയ്തത് എന്ന്. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനെ തോന്നി. സത്യത്തിന് ഞാൻ സപ്പോർട്ടല്ല ചെയ്ത്. മാത്രമല്ല, ഞാൻ ആ വീഡിയോയിൽ ഒരു വാചകം പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും സിജോ നിൻ്റെ സുഹൃത്തല്ലേ സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ്, നിങ്ങൾ ബിഗ് ബോസിലുള്ളതല്ലേ, ഒരുപാട് കാലമായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. ആ ചങ്ങാതി ഇതുവരെ ഒരാളുടെയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാളുടെയും വീട്ടിലുള്ളവരെ പറഞ്ഞിട്ടില്ല. അതായത് കമൻറ്റ് ചെയ്യുന്നവരെല്ലാം പറഞ്ഞത് ഇതുപോലെ റിയാക്ഷൻ എന്തെങ്കിലും ആരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഇങ്ങനെ എടുത്തടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതെങ്കിലും കണ്ടുപഠിക്കണ്ടേ. ഈ സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ്റെ പേര് ഞാൻ പരാമർശിച്ചു എന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു വ്യക്തി, സ്പെഷ്യലി ഒരു വ്യക്തി പറഞ്ഞതെന്താ വെച്ചാൽ, സിജോൻ്റെ വിഷയത്തിൽ സായിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് സായിൻ്റെ ബന്ധു എന്തോ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടുള്ള ഗോപ്രോ മച്ചാനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന്. എങ്ങനെയുണ്ട്? അതായത് സായി എന്നെ കൊണ്ട് സിജോയ്ക്ക് വേണ്ടി സംസാരിപ്പിച്ചു എന്ന്. വേറെ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ അനന്തും സിജുവും കൂടി കണ്ടിട്ട്, 2 പേരും കൂടി കണ്ടിട്ട് അവരുടെ വീഡിയോ ഞാൻ ഈ സമയം വരെ റിയാക്ട് ചെയ്തിട്ടില്ല. ഇന്ന് 10:30 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ സമയം വരെ ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ പല ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ തൊടുന്നില്ല, എനിക്ക് വേണ്ട. കാരണം വെച്ചാൽ ഒരാളൊരു തെറ്റ് ചെയ്തു, തെറ്റ് പറ്റാത്തവരായി ആരും ഇല്ല ഗോപു. തെറ്റ് പറ്റിക്കഴിഞ്ഞു, ഇവൻ പോയി മാപ്പ് പറഞ്ഞു. ഇനി എല്ലാവരും കൂടുതൽ എന്താ ഒരാൾ, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞുള്ള ഒറ്റ കാര്യമാണ്, സിജോയ്ക്ക് ഇനി വേണ്ടത് സിജോ അധികം സംസാരിക്കാതെ സിജോ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് കൊടുക്കും. അച്ഛനോടല്ല, ഞങ്ങൾ അവിടെ പൈതൃകം എന്ന് പറഞ്ഞ ഡയലോഗ് പറയുന്ന സമയത്ത് അച്ഛനല്ല പറയുന്നത്, അമ്മേനെയാണ് പറയുന്നത്. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് ഇതാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പണ്ട് മറ്റേ റോക്കിൻ്റെ കേസിൽ ഞാൻ ഇതന്നെ പറയുള്ളൂ, കാലിൽ വീണ് മാപ്പ് പറഞ്ഞത്. അത് നമ്മൾ ശൈലി പ്രകാരം പറഞ്ഞതാണ്. ആ പറഞ്ഞ എന്നെ, ഞാൻ ഈ കേസിൽ വീഡിയോ ചെയ്യാതിരുന്ന എന്നെ ഒരു കാര്യമില്ലാതെ ഈ ഗാലറിയിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പാടില്ലായിരുന്നു മാഷെ. സീരിയസ് ആയിട്ട് പറയാം, നിങ്ങളൊക്കെ മാഷന്മാരാണോന്നുള്ള അറിയില്ല. ഒരുത്തം മാഷാന്ന് പറഞ്ഞു, ഞാൻ അതൊന്നും വീട്ടിൽ പറഞ്ഞില്ല തോന്നുന്നത്, അറിയില്ല, ഇനി അറിയാണ്ട് വായന്ന് വന്നു പോയെന്നറിയില്ല. എന്താണെങ്കിലും ഇറക്കാൻ പാടില്ലായിരുന്നു, സീരിയസ് ആയിട്ട്. പിന്നെ സിജോ, നിൻ്റെ കാര്യം കട്ടപ്പോക്കെയാണ്. കാരണം എന്താ അറിയോ, ഈ പ്രശ്നം തീർക്കണം എന്നുള്ളത്, എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയാം, ആ പ്രശ്നം തീർന്നു പോകണം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 100% പ്രശ്നം നീണ്ടു പോകണം നമുക്ക് പറയില്ല. നമുക്ക് നല്ല കാര്യമാണ്, വ്യൂസൊക്കെ കിട്ടും. പക്ഷേ ചില പ്രശ്നങ്ങൾ നമുക്ക് തീർന്നു പോകണം എന്ന് ആഗ്രഹിക്കണം. അങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സിജോൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവൻ്റെ ഈ ചങ്ങാതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. എന്നെക്കാൾ മൂത്ത ആളാണോ ഒന്നും അറിയില്ല, ഒരു പക്ഷേ ചിലപ്പോൾ എന്താണെന്നറിയില്ല. ആകട്ടെ, എന്താണെങ്കിലും നമ്മൾ ആ ഒരു വീഡിയോ കാണാം, എന്താണ് ഈ മാന്യ വ്യക്തിക്ക് പറയാനുള്ളത് എന്നുള്ളത്.
ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും. അതിനകത്ത് അനന്തുവിന്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് സോ ഹായ് ഫ്രണ്ട്സ്, തമ്മിൽ കാണിച്ച പോലെ തന്നെ സിജോയും അനന്തവും തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആയി. എനിക്ക് പറയാനുള്ള സിജോടാ, എന്താണ് സിജോ? എടാ നമുക്ക് പറയാനുള്ള ചങ്ങായി സിജോനാടാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓനെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ സമയം ചിലവാക്കി ക്യാമറയും വെച്ചിരിക്കുന്നത്? ഞങ്ങളൊക്കെ വലിയ മോണിറ്റൈസേഷനും ഇതിനു വേണ്ടി ഒരു പൈസക്കല്ലേ. നിങ്ങൾക്കിത് പറഞ്ഞൂടെ സിജോനോട്? നമുക്ക് പറയാൻ സിജോനോടാണ്, സത്യമാണ്. പക്ഷെ എൻ്റെ അടുത്ത് സിജോനെ നമ്പറില്ല, എനിക്ക് സിജോനെ കോൺടാക്ട് ചെയ്യാൻ മാർഗ്ഗമില്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു മാർഗ്ഗമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സായിനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഫോൺ നമ്പറില്ലേ? ഫോണിൽ വിളിച്ച് ചോദിച്ചൂടെയാവോ എന്തേ? ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുണ്ടോ? തമ്മിൽ തല്ലണം, തമ്മിൽ തല്ലി അങ്ങോട്ടേക്കിടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴല്ലേ ബാക്കിയുള്ള യൂട്യൂബർമാർക്കൊരു ഹരം വരും അല്ലേ? എന്തൊക്കെ ഉപദേശമായിരുന്നു. കുറെ ആളുകളല്ലേ, നമ്മുടെ ഗോപ്രോ മച്ചാൻ, അതുൽ വ്ലോഗ്സ്. ഗോപ്രോ മച്ചാൻ അതായത് ഞാൻ വീണ്ടും പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാറ് പറ്റുമെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണുക. ഞാനിതിന് ഇറങ്ങില്ലായിരുന്നു, 100% ഞാനിതിന് ഇറങ്ങില്ലായിരുന്നു. താങ്കൾ ഈ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ, നീ ഈ വീഡിയോ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ വേറെ ടോപ്പിക്ക് ചെയ്യാൻ നിൽക്കിയതോ. അപ്പോൾ കണ്ടു ഒരു ആവശ്യമില്ലാണ്ട്. അല്ല കുഴപ്പമില്ല, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി ഇതൊക്കെ. സിജോനോടാണെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും എന്നറിയില്ല. നിങ്ങൾ വലിയ നോക്കാം. പിന്നെ വിവി, പിന്നെ നമ്മുടെ നമ്മുടെ അണ്ണനുണ്ടല്ലോ, നമ്മുടെ മൂപ്പൻ, ഇവരൊക്കെ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് പിന്നെ ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു, അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു, മോളെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു അധ്യാപകനല്ലേ സിജോ? സിജോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നും, അധ്യാപകരെ തെറി വിളിക്കാൻ പാടില്ലേ? അധ്യാപകരെ ചീത്ത വിളിക്കാൻ ഒരു അവകാശമില്ലേ? അധ്യാപകരെ എന്തെങ്കിലും നല്ലക്കും വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയാ, അധ്യാപകരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോ? ഇവൻ അധ്യാപകനാണോ അതെനിക്കറിയില്ല, എന്ത് അധ്യാപകനാണ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. പക്ഷേ ചങ്ങാതി ഈ സിജോൻ്റെ തന്തയ്ക്കും അതല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ? ആരും വിളിച്ചിട്ടില്ലല്ലോ. ഇവിടെ അതല്ലല്ലോ വിഷയം ഉണ്ടായത്. കണ്ണാപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലുള്ള ആൾക്കാരെ പറയുക, പോട്ടെ മൂട് മാറണ്ട. മുള്ളേഷെന്നോ മാമ്പഴമെന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി പോറെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ? ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ രണ്ടാളാണോ അതോ സിജോ ആണോ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അധ്യാപന വൃത്തി, എന്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ അധ്യാപകനല്ലേ, അല്ലാതെ ഗാന്ധിജി ഒന്നും അല്ലല്ലോ. അടിച്ചിട്ട് തിരിച്ചതല്ലാതെ അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ തല്ലിക്കോ പറഞ്ഞിട്ട് അല്ലേ? ഓ ഭയങ്കര തല്ലിയോ? അവൻ്റെ തന്തയ്ക്ക് വിളിച്ചോ? സിജോൻ്റെ പൈതൃകത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചോ? അതാണോ അവിടെ ഉണ്ടായത്? അതോ റിയാക്ഷൻ ചെയ്തതിൻ്റെ പേരിൽ ആരുടെയോ വിഷയത്തിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഈ ചങ്ങായിനെ എടുത്തോണ്ടേരുമല്ലോ ഭഗവാനെ. ഈ സിജോനെ അവനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാ. ഒരുപാട് പേര് എനിക്ക് ആ വീഡിയോൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല അവനോട് പറയേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ അവനെ പറയിക്കേണ്ട അവസ്ഥ വരുത്തിയില്ലേ? ഇതാണ് ഇതുപോലത്തെ ഒരൊറ്റൊന്ന് മതിട്ടോ കൂടെ പറയാൻ തോന്നും, പറഞ്ഞു ആരായും പറയും. പിന്നെ ഈ മോളെ എന്നൊക്കെ വിളിക്കുന്ന സംഭവം, ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കുറ്റവും കുറച്ചതും പറഞ്ഞ് മാത്രം ഇരുന്ന് അത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പം മോളേന്നും മൊണ്ണേഷനൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും ഒരാൾ. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ആൻഡ് സിജോ പറഞ്ഞ അനന്തൂര്, അതിപ്പോൾ അനന്തുവിനെ പറ്റിയാ പറഞ്ഞിട്ടോ, അതിനുള്ള മറുപടി ഇനിയിപ്പോൾ അനന്ത് കൊടുത്തോളും. എനിക്ക് തോന്നുന്നത് ഈ ചങ്ങായി പിന്നെ ബലിയാടാവുകയാണ്. എടോ ഇതിൽ നിങ്ങൾക്ക് വേറെ വല്ല കണക്ഷനുണ്ടോ? അതായത് എന്താ പറഞ്ഞാൽ അറിയോ, ഈ പിന്നെ സിജോൻ്റെ പേരുള്ള എല്ലാ കുറ്റവും സ്വയം ഏൽക്കാന്നുള്ളത് മറ്റേ ലാലേട്ടൻ ചോദിച്ചാൽ അവന് വേണ്ടി ചാകാം എന്ന് നീ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയിൽ ആ ഒരു സെറ്റപ്പ് പോലെ തോന്നുന്നു. വിളിച്ച പൈതൃകത്തെ കുറിച്ച് പലരും തന്തയ്ക്ക് വിളിക്കാറുണ്ടല്ലേ, ഓപ്പൺ തന്തയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ ഇത് ആ ഒരു എന്താ പറയാ, ഓപ്പണായിട്ട് തന്തയ്ക്ക് വിളിച്ചാൽ എന്താ ഉണ്ടാവുക? അതൊന്ന് ചിന്തിക്കുക. അത് ചിന്തിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു സംഗതി പറയട്ടെ, ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചുള്ള കാര്യമാണ്. പല ആൾക്കാരും നമ്മളോട്, എനിക്കും തോന്നിയൊരു സംഭവമാണ്, ബിഗ് ബോസിനകത്ത് സിജോ സത്യം പറഞ്ഞാൽ അടിയിരുന്ന് വാങ്ങിയതാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അവനത് കൊണ്ടിട്ട് വിഷമിച്ച് നടക്കുന്നത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സിജോ നീ സംഗതി കാണുന്നുണ്ടെങ്കിൽ ഇവരൊറ്റ ഒരുത്തനാണ്, എന്നെ പറയരുത് ദയവേദി, ഈ ചങ്ങായി ഒറ്റ ഒരുത്തനാണ് ഈ നമ്മളെ കൊണ്ട് ഈ ഒരു വർത്തമാനം പറയാൻ ഇടാക്കിയത്. സിജോ റോക്കിലിടുന്ന അടി ഇറന്ന് വാങ്ങിയതാണ് 100%. കണ്ടവർക്ക് എല്ലാവർക്കും, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ ഇങ്ങനെ കിട്ടുന്നുള്ളത് റോക്കിക്ക് കൈത്തണ്ടയ്ക്ക് ഇത്ര ബലമുണ്ടെന്നുള്ളത് ചങ്ങായി വിചാരിച്ചിട്ടില്ല. അടിച്ചവൻ്റെ അണപ്പല്ല് തെറിപ്പിച്ച് കളഞ്ഞു.
സീരിയസ്ലി ചെറിയൊരു അടിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള അല്ല പണ്ട് റോബിനെ തോണ്ടി ഉന്തി റിയാസ് എന്നുള്ള കണ്ടീഷനിലാണ് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇത് അതല്ല എന്നുള്ളത് മനസ്സിലായി. അത് റോക്കിൻ്റെ അടുത്ത് ഒന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്നു ആ ആദ്യത്തെ അടിയിൽ തന്നെ ഞാൻ ഇത് പറയിപ്പിച്ചു. ഇത് ഞാൻ വീണ്ടും പറയുന്നു. ഒരു പക്ഷെ ചിലപ്പോൾ മാപ്പ് ഈ ക്യാരക്ടറാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് അന്ന് റോക്കിക്ക് മാപ്പ് കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നിങ്ങളത് ഇവനത് ചെറിയൊരു ഇഷ്യൂ എന്ന് വിചാരിച്ചിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാപ്പ് കൊടുത്തു. പിന്നെ ഡോക്ടറെ കണ്ട സമയത്താണ് ഇത് സീരിയസ് ആണ്, സർജറി എന്നുള്ളത് മനസ്സിലായത്. ഇത് ചിന്തിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് വീണ്ടും റീഓപ്പൺ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. വളരെ നാച്ചുറലായിട്ട് പൈതൃകത്തെ കുറിച്ച് സംസാരിച്ചതാണ്. അത് ഒരു വികാരത്തിന് മേൽ നമ്മൾ പറഞ്ഞു. നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റിയ സംഗതിയാണ് പൈതൃകം. പിന്നെ ഒറ്റയടിക്ക് സംസാരിക്കുന്നതാണോ അത്? വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടി കേട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാത്ത വേണ്ട ഭാഗം ഇട്ടിട്ട് വിടണം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റോങ് ആയിട്ട് വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് ഇത് എഡിറ്റ് ചെയ്യാൻ. ആ സമയത്ത് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് തോന്നിയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും മോശമാണ്, അത്രയും മോശമായിട്ട് തന്നെയാണ്. അപ്പം ഞാൻ പറയും രണ്ടെണ്ണം കിട്ടിയ നന്നായി എന്നുള്ളത്. ഞാനത് പറയില്ല എന്ന് വിചാരിച്ചാൽ പിന്നെയും ഇവൻ ഒറ്റൊരുത്തം കാരണം സിജോ പിന്നെയും വാങ്ങിക്കൊണ്ടിരിക്കുക. സിജോ നീ റെഡി ആയി നിരുന്നോ, നാളെ മുതൽ നിനക്ക് ഈ ഒരു ഒറ്റൊരുത്തം കാരണം വീണ്ടും കേൾക്കാൻ പോവാം. സംസാരിച്ചു പോകും. അതിൽ ഞാൻ ന്യായീകരിക്കുകയല്ല, തെറ്റായതുകൊണ്ടായിരിക്കണമല്ലോ ഷിജു നേരിട്ട് പോയി ഈ അനന്തു എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും അനന്തുമായിട്ട് ഒരു രമ്യതയിലെത്തി. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ഈ ആളുകളിലും ഷെയ്ക്കാനും കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണ്ണു നോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ബോഡി പോസ്ചറും കമ്മ്യൂണിക്കേഷൻ രീതിയും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും. അതിനകത്ത് അനന്തുവിന്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അല്ല ഞാൻ പറഞ്ഞ് തിരിച്ചെടുക്കേണ്ടി വരും. ഇയാൾ സൈക്കോളജിസ്റ്റ് ആണോ? അണ്ണാ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ? നമുക്ക് മനസ്സിലാവാത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോഴേ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഷിജു അനന്തിന്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്റെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അനന്തു ചിലപ്പോൾ ഹാപ്പി ആയി കാണും ഷിജുവിനെ കണ്ടുകൊണ്ട്. ചിലപ്പം അമ്മ ഈ പറഞ്ഞ പോലെ ആ മോൻ വന്നല്ലോ എന്നുള്ള തോന്നിയിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഈ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇവർ തമ്മിലുള്ള ആ ഒരു അടി അതൊരു ഉപദേശമായിട്ട് പലരും നടന്നിരുന്നു. ഇപ്പൊ ഇത് സോൾവ് ചെയ്തപ്പോഴത്തേക്ക് ആരുടെയും വീഡിയോ ഞാൻ കണ്ടില്ല. ഞാനൊരു ദിവസം മൊത്തം ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നന്നായി, അത് അങ്ങനെ ചെയ്ത് നന്നായി. ആരും അങ്ങനെ മെനക്കെടാറില്ല അല്ല. ഇപ്പം നമ്മളെ ആരും ചെറിയ വിളിച്ചു ചോദിച്ചാൽ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ ആരും മെനക്കെടാറില്ല. പക്ഷെ അങ്ങനെ മെനക്കെട്ട് അവരുടെ പേരൻസിനെ കാണാനുള്ള ധൈര്യം കാണിച്ചെങ്കിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് സിജോയിൽ ഫീൽ ചെയ്തത്. പിന്നെ സിജോയെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവെ സിജു അങ്ങനെ അല്ലായിരുന്നു ചെയ്യുന്നത്. സാധാരണ സിജു നേരെ കയറി എന്നാണ് പൊട്ടിക്കുന്ന സ്വഭാവം. ഇവിടെ പൊന്നു ചങ്ങായി, വിവരമില്ലാത്തവനെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വീണ്ടും സിജോനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്താ ഇയാൾക്ക് വിവരമില്ല കേട്ടോ. ഞാൻ ഈ ചങ്ങായി ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുള്ളത്. സുഹൃത്തെ, സിജോനെ പറ്റി വീണ്ടും ഇവൻ അവിടെ ചെന്നിട്ട് മാപ്പ് വിട്ടു. എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തിരുന്നത്, സിജോനെ പറ്റി ഈ വിഷയത്തിൽ എന്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ വന്നിട്ട് എല്ലാവരും സിജോനെ കട്ടത്തെറിയാണ്. സ്പെഷ്യലി സിജോൻ്റെ വീട്ടിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, നമ്മൾ വീണ്ടും ഇവൻ അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ള സംഭവിച്ചു അവർ തമ്മിൽ തീർന്നോട്ടെ. പിന്നെ നമ്മൾ എന്തിനാ ഒരു കോണ്ടന്റ് ചെയ്യും? ഞാൻ അതുകൊണ്ടാവും ഉണ്ടായിരുന്നത്. എനിക്ക് അതിന് ചെയ്യായിരുന്നു. വ്യൂസും കിട്ടും 10,000 30,000 മിനിമം ഗ്യാരണ്ടി. പക്ഷെ ആ വീഡിയോൻ്റെ അടിയിൽ കംപ്ലീറ്റ് സിജോനെ വീണ്ടും പച്ചത്തറി ആയിരിക്കും. എന്തിനാ അതിന് നിൽക്കുന്നത്? ഞാൻ അതാ ചിന്തിച്ചത്. അപ്പം ഇപ്പം പറയാ കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലി അറിയുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ബാക്കി നാട്ടുകാർക്ക് മുഴുവൻ അത് ഫീൽ ചെയ്തോളന്നില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ രീതിയിൽ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളെൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആ പേര് ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് ഗോപ്രോ മച്ചൻ അയാൾ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ചെയ്ത പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതല്ല ഉണ്ടായത്, പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പേഴ്സണലി ഇപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ലല്ലോ. വീഡിയോ കൂടി 10-15 മിനിറ്റ് മാത്രമല്ലേ അറിയുള്ളൂ. അത് ചെയ്തില്ല എന്ന് തോന്നുന്നത് മേ ബി ഈ ബിഗ് ബോസിൽ വന്നുണ്ടായിരുന്നു. പിന്നെ ആളുകൾ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ ഇവന് അഹങ്കാരം കൂടി എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. 10,000-20,000 പേരുണ്ടാവും അല്ലെ ഈ ബിഗ് ബോസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തവർ. 2,000 പേര് എത്ര പേർക്കായിരിക്കും അപ്രൂവൽ കിട്ടിയത്? ആ സമയത്ത് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് ഫിഗറൊന്നും ആവാഞ്ഞിട്ട് പോലും തൻ്റെതായിട്ടുള്ളൊരു കോൺഫിഡൻസിൽ അയാൾ കയറിയെങ്കിൽ അത് അയാളുടെ കഴിവല്ലേ. പിന്നെ അയാളെ ഒരാൾ തല്ലിയ കാര്യം ഇയാൾ എന്തൊക്കെയാ പറയണത് പടച്ചോനെ. അപ്പൊ സിജോയ്ക്ക് അഹങ്കാരം കൂടി എന്നാണ് ഇയാൾ പറഞ്ഞുറപ്പിക്കണത്. ഇത് ഇയാൾ എന്താ ഇയാൾക്ക് പറ്റിയെന്ന് അറിയില്ല. സിജോനെ അഹങ്കാരിയാണെന്ന് കമന്റ് ബോക്സ് പറയുന്നുണ്ട്. 2,000 ആൾക്കാരുടെ അപ്ലിക്കേഷൻ എന്നാണ് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ അറിയോ? സിജോയ്ക്ക് അഹങ്കാരം ഉണ്ട് എന്ന് തന്നെയാണ്.
അത് സമർത്ഥിക്കാൻ വന്നതാണോ? സിജോക്ക് അഹങ്കാരം ഉണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്ന സംഗതി ഇയാൾ അയാളുടെ വക സർട്ടിഫൈഡ്, ദിസ് ഈസ് ടു സർട്ടിഫൈഡ് ദാറ്റ്സ് കഷ്ടം. എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ആലോചിച്ച് നോക്കുക. വലിയവന് ആരെ വേണം തല്ലാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എനിക്കൊരാളെ തല്ലാം അല്ലേ, എനിക്കൊരാളെ തലോടാനാണ് പാട്, എനിക്കൊരാളെ തല്ലി തോപ്പിക്കാനും വലിയ പാടുന്നില്ല. പക്ഷെ തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുള്ളവൻ നമുക്ക് ആരെ വേണം തല്ലാം, ശരിയല്ലേ? നമ്മുടെ സിജു ആ സമീപനം കാണിക്കുകയും പിന്നീട് അവന്റെ ഫാമിലിയിലും അവന്റെ ലൈഫിലും അവന്റെ ബോഡിയിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. സത്യം പറഞ്ഞു പൊന്നി എങ്ങനെ അതൊക്കെ ഊഹിക്കാൻ പറ്റും, നമുക്ക് ഏകദേശം മനസ്സിലാവും. ഒരു മനുഷ്യൻ വെറുതെ സർജറി റൂമിൽ കയറി കിടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതൊക്കെ ചോറ് അരിയാഹാരം തിന്നണ കുറേ ആൾക്കാർക്ക് മനസ്സിലായോ? ഇപ്പം എനിക്കൊക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ പറ്റുമെങ്കിലും എടുത്തു വെച്ച് കാണും സിജോനൊക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും അവനൊന്നും സപ്പോർട്ട് ചെയ്യാൻ തന്നെ പാടില്ല. പക്ഷേ അടി കൊണ്ടുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടൊരു വ്യക്തിയാണ്. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ട് അണ്ണൊന്നും കണ്ടിട്ടില്ല എന്നറിയാം. പക്ഷേ ഭയങ്കര പ്രതീക്ഷയോട് നോക്കിയാണ്. അതിനും കുറേ തെറി ഞാൻ കേട്ടു ഇവരെ സിജോനെ സപ്പോർട്ട് ചെയ്തതിന്. സുമുഖൻ എന്ന് പറഞ്ഞു, സിജോനെ ഞാൻ സുമുഖൻ എന്ന് പറഞ്ഞു. ഞാൻ എന്താ അറിയോ, ഇവൻ ആദ്യം നല്ല സ്റ്റൈലിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ തെറ്റാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഇടി കൊണ്ടിട്ട് എൻ്റെ മുഖമായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ അവൻ വന്ന സമയത്ത് ഭയങ്കര സങ്കടമായിപ്പോയി. ഇവൻ ലാലേട്ടന് വരെ സങ്കടമായിപ്പോയി. മനസ്സിലായില്ലേ? അയ്യേ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടത് മറന്നു. കാരണം ഹോസ്പിറ്റലിൽ ആദ്യമേ കാണാൻ പോയ സാഹചര്യത്തിൽ നമുക്കറിയാം മുഖം എങ്ങനെയായിരുന്നേന്ന്. അതൊരു പക്ഷെ പല ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്. അതിലവൻ വീണ്ടും പറയാൻ എന്ത് തെറ്റാണ്. ഡോക്ടർ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഭാഗം പോലും തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഈ 8 മിനിറ്റ് വീഡിയോ ചെയ്താൽ മിഡ് റോൾ ആഡ് കയറും. മനസ്സിലായോ? 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിഡ് റോൾ നടുക്കുള്ള ആഡ്സ്, അതായത് 8 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസിന് മിഡ് റോൾ ആഡ് കയറില്ല. ഈ ചങ്ങായി വലിച്ച് നീട്ടി സൈക്കിൾ ചവിട്ടി റബ്ബർ ബാൻഡ് വലിച്ച് 8 മിനിറ്റും 3 സെക്കൻഡും ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ആഡ് കയറാനാണ്. അല്ലെങ്കിൽ 2-2.5 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സാധനം. എന്നാൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര അധികം നീളിയിരുന്നു. 2.5 മിനിറ്റ് ഉള്ളതിനാണ് ചങ്ങാതി ഇത് ഇത്ര അധികം വലിച്ചു കിട്ടിയത്. പിന്നെ എന്താ അറിയോ, ആദ്യത്തെ പേര് നമ്മളെ കുറച്ച് ആൾക്കാരെ പേരാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബൊക്കെ വന്ന് കാണുമല്ലോ, അതിന് വേണ്ടിയിട്ട് അല്ല. ഒരു സംസാരം വന്നപ്പോഴത്തേക്ക് അന്ന് പേടിച്ചിട്ടുണ്ടാവും. അത് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വൈകൃതപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അല്ലാതെ ഒരാളെ വേദനിപ്പിക്കാൻ, അല്ലെ സിജു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റനെ വേദനിപ്പിക്കാനായിട്ട് അണ്ണ സമയമില്ല, ഉറങ്ങാൻ നേരം വൈകി. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാം കേട്ടോ. കാണുന്നവർ ക്ഷമിക്കുക. ഞാനൊരു 1.25 സ്പീഡ് ഇട്ടോട്ടെ. റോക്കി ചെയ്ത് കറക്റ്റ് ആണ് എന്ന് ന്യായീകരിക്കുന്ന ഇഷ്ടംപോലെ കമന്റുകളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും പ്രശ്നം സോൾവ് ആയി. അതോടുകൂടി മിക്കവരെയും ആർക്കും തീർച്ചു, അതായത് സംസാരവും നിർത്തി. ഇവൻ ആർക്കൊന്നും പറയാനില്ല. അപ്പം ഷടാ ഇയാൾ ശരിയല്ല കേട്ടോ. നമ്മൾ മുണ്ടായിരുന്നത് ഇതുകൊണ്ടാണ് ചങ്ങായി. സിജോ നീയെങ്കിലും കാണുമെന്നുള്ള അറിയില്ല. ഈ പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരിക്കണേ. നീ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം വരണ്ട വെച്ചിട്ട്. നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു സിജു അങ്ങനെ പറഞ്ഞ മാപ്പ് പറയണം, മാപ്പ് ചോദിക്കണം. എന്ത് മാപ്പാണ് ചോദിക്കണം? പിന്നെ വീട്ടിൽ പോയി സംസാരിച്ചു, അവർ അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. എനിക്കൊന്ന് അഞ്ചിന് അളിയനും ഉണ്ടായിരുന്നതാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അളിയനുണ്ടായിരുന്നു. ഒരു ഉത്സവം കല്യാണം, എനിക്ക് നമ്മുടെ ആറാട്ടുമല്ലായിരുന്നു. അപ്പൊ ഉത്സവം നടക്കുന്ന സമയത്ത് എന്റെ ഉത്സവം ചളവാക്കി ഗൈസ് എന്നിങ്ങനെ നമ്മുടെ അനന്ത് പറയുന്നുണ്ടായിരുന്നു. എന്റെ ആറാട്ട് ചളവാക്കി ഗൈസ് എന്ന്. അപ്പം ഈ ആറാട്ട് ചളവാക്കിയ എനിക്ക് ആ ഒരു പോയിന്റ് ഇപ്പോഴാണ് മനസ്സിലായത്. അനന്തൂർ അത്രയും ദഹിച്ചിട്ടില്ല സിജോ വീട്ടിൽ വന്ന കാര്യം. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്താണ്. പേഴ്സണലി ഫീൽ ചെയ്യുന്ന പേരും സിജോയോട് ചോദിച്ചു. സിജോക്ക് എന്താ ഫീൽ ചെയ്തത് അനന്തൂരിന്റെ ഭാഗത്തു നിന്നുള്ളത്? ചോദിക്കാതിരുന്നിട്ടുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് സിജോ പറഞ്ഞു ഡീപ്പിച്ച വീഡിയോ ആണ്. ഇത് സിജോ പറഞ്ഞു, അനന്തുവിൻ്റെ ഭാഗത്ത് ഈ രീതിയിൽ തോന്നി. അതുകൊണ്ട് സിജോ പറഞ്ഞു എനിക്കിനി പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഏതായാലും വീഡിയോയ്ക്ക് കോണ്ടന്റും ഇല്ല, വ്യൂസും ഇല്ല, നിങ്ങളിതൊന്ന് പറയും. എങ്ങനെയെങ്കിലും 8 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള മോണിറ്ററി ബെനിഫിറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അനന്തു നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോ, സിജോയ്ക്ക് അവിടെ വന്ന് ഇഷ്ടപ്പെട്ടില്ല, നിൻ്റെ കാര്യക്കാരില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഇത്ര മാത്രം പറയുന്നു. സിജോയ്ക്ക് അവിടെ വന്ന് ഇഷ്ടപ്പെട്ടില്ല, അവൻ ആർക്കോ വേണ്ടി വന്ന് കാല് പിടിച്ചതാണ്. അത് അവന് തുറന്നു പറയാൻ പറ്റാതെ ഈ ചങ്ങായിനെ ഏൽപ്പിച്ചു. ഈ ചങ്ങായിനെ അത് ഏൽപ്പിച്ചിട്ട് ഏതോ രീതിയിൽ വന്ന് പറയേണ്ടത് ഇയാൾ പച്ച കൊളാക്കിയിട്ട് ഇപ്പോൾ ഈ ഇരട്ടിക്ക് തെറി. ഇത് എത്ര പേര് വീഡിയോ ഇടും അറിയോ? 300-400 വ്യൂസ് ആയിരിക്കില്ല. എൻ്റെ കാര്യക്കാരില്ല, ചിലപ്പോൾ 200-500 ഉണ്ടായുള്ളൂ. പക്ഷേ എന്നാലും മറ്റുള്ളവരൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ടായിരിക്കും. അനന്തൊക്കെ വീഡിയോന് 1.5 ലക്ഷം 2 ലക്ഷം ആൾക്കാർ കാണും. അതിൻ്റെ അടിയിലൊക്കെ പരാമർശിക്കപ്പെടാൻ, സത്യം പറഞ്ഞാൽ 2025 ആ പരാമർശിക്കപ്പെടാനുള്ള യോഗം താങ്കൾക്കാണ്. പക്ഷേ എന്നെ തോന്നലായിരിക്കാം. എന്തായാലും നമ്മളൊരാളെ തെറി വിളിക്കുമ്പോൾ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, റിയാക്ട് ചെയ്യും. ചിലവരത് പോട്ടേന്ന് വെക്കും. ഇപ്പൊ പല ആളുകൾ ഇപ്പോൾ ചെലുത്താൻ അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകൾ എത്ര തെറി വിളിച്ചാലും ഒരു പ്രശ്നമില്ല, അത് കേട്ടോണ്ടിരിക്കും, അത് റിയാക്ട് ചെയ്തില്ല. കാരണം അത് അവൻ്റെ ഒരു സ്വഭാവ സവിശേഷത ആയിരിക്കാം. ഞാൻ ഒരാളെ എടുത്തു പറയില്ല, ഞാൻ പല യൂട്യൂബേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും സിജോ പ്രശ്നം സോൾവ് ആക്കി അത് മുന്നോട്ട് പോയി നന്നായി എനിക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഇതവിടെ നിൽക്കട്ടെ അല്ലേ. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അനന്തുവിനെ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം
അത് വേണം, അനന്തുവിന് സോപ്പിടണം. ഇല്ലെങ്കിൽ അനന്തു നാളെ രാവിലെ ഒന്ന് അനന്തുവിന് എങ്ങനെയെങ്കിലും സോപ്പിടണം കേട്ടോ. അനന്തിനെ സോപ്പിട്ടാൽ ഇല്ലെങ്കിൽ അനന്ത് വന്നിട്ട് ഇനി നാളെ നിങ്ങളെ വല്ലതും പറഞ്ഞിട്ട് നിങ്ങളെ കഥ എന്താവും. പരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുകയും അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ഇത് ഡെപ്തിൽ പറയും. ഇത് നല്ല സ്റ്റഡി നടത്തുന്ന ആളാണ്. കാരണം മിക്ക വീഡിയോസും ഡൗൺലോഡ് ചെയ്തു. കാരണം സിജോയെ റോസ്റ്റ് ചെയ്ത സമയത്ത് പോലും സിജോയുടെ പഴയ വീഡിയോസ് ഒക്കെ തപ്പി എടുത്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് വേണ്ട ക്ലിപ്സ്. കാരണം നമുക്കൊരു വീഡിയോ 15 മിനിറ്റ് വീഡിയോ 3 പ്രാവശ്യം കേൾക്കുമ്പോഴായിരിക്കും അതൊരു 10 സെക്കൻഡ് സാധനം നമുക്ക് കിട്ടുന്നത്. സോ അത്രയും സമയം കണ്ടെത്തി അവൻ ചെയ്ത വീഡിയോ. അതുകൊണ്ടായിരിക്കാം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുള്ളത്. സോ വലിയ കാര്യം തന്നെയാണ്, സംശയമുള്ള കാര്യമാണ്. പക്ഷേ ചിലവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കേണ്ട ചില ഡെക്കോറും അല്ല എറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ലാതെ പോകുന്നതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തത്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, നോട്ട് ദ പോയിന്റ്. അഡ്വൈസ് ആണ്. ചിലവരോട് സംസാരിക്കുമ്പോൾ ചില ഡെക്കോറം കീപ്പ് ചെയ്യണം. അതായത് സിജോ ആണ് ആ ചിലവർ. സിജോനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഡെക്കോറം കീപ്പ് ചെയ്യണം. അനന്തു, നിനക്ക് ഡെക്കോറം കീപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ചേട്ടൻ പഠിപ്പിച്ചു തരും ഡെക്കോറം. കാരണം ദിയ കൃഷ്ണയുടെ കേസിലാണെങ്കിൽ പോലും അനന്തു ഇങ്ങനെ ഇഷ്യൂ വന്നിട്ട് അനന്തു ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയോ അത് എടുത്ത് മാറ്റേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. സോ അതുമായിട്ടല്ല, പിന്നെ കാരണം വളരുമ്പോൾ ആളുകൾ കൂടുതൽ കല്ലെറിയും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. ഒന്നും ചെയ്യാത്ത നമുക്ക് രണ്ടും പറയണം. എന്നാൽ ദിയകൃഷ്ണന്റെ കേസ് എടുത്തിരും വേണം, അതിന്റെ പേരിൽ അനന്തു ഒന്നും പറയാനും പാടില്ല. അപ്പം എന്താ വളരുമ്പോൾ അപ്പോൾ ഒരു ഭാഗത്ത് കൂടി തലോടുക, മറുഭാഗത്ത് കൂടി തല്ലുക. ബെസ്റ്റ്. പ്രശ്നം കാണത്തില്ല, ചെയ്യുന്നവന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. സോ എന്തായാലും രണ്ടുപേരും കൈകോർത്ത് സ്നേഹത്തോടെ മടങ്ങി നന്നായി. എന്തായാലും പ്രശ്നം അവിടെ അവസാനിക്കട്ടെ. മുളക് ലൈറ്റ് എന്നുള്ള ഇഷ്യൂവിന്റെ പേരിലാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അവർക്കില്ലാത്ത പ്രശ്നമാണ് ഇവർക്കില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവർ തമ്മിൽ ഇഷ്യൂ നടക്കുന്ന മറ്റ് യൂട്യൂബർമാർ. സോ അതിന്റെ പ്രശ്നങ്ങൾ ഇനി വരട്ടെ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെയാണല്ലോ കൂടുതൽ കത്തി നിൽക്കേണ്ടത്. സോ എന്തായാലും എന്താ ബോംബാണോ? അല്ല, ഇത് പറയാൻ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? മിണ്ടാതിരുന്നാൽ പോരെ? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ഇടില്ലാൻ തീരുമാനിച്ചായിരുന്നു. ഒറ്റ റീസൺ എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ പേരിൽ ഇനിയും ഈ ചങ്ങായി എന്താ പറയുക സിജോന് കേൾക്കണ്ടല്ലോ. നമ്മളത് നിർത്തിപ്പോയതാ. പിന്നെ പോരാത്തതിന് ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ അവിടെ നിന്ന് സംസാരിച്ചാണ്. ഞാൻ ആ വ്യക്തിയുടെ ഒന്നും പേര് പറയുന്നേ ഇല്ല. അതായത് സായി, ഞാൻ വീണ്ടും ഒന്നുകൂടി പറയട്ടെ, ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത് അതും കൂടി കേട്ടിട്ട് പോയിക്കോളാരും. അതായത് സായി പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് സിജോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുക അവിടെ. അങ്ങനെ അടക്കം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ പേര് പറഞ്ഞ് നമ്മളെ വീണ്ടും അങ്ങനെ ഗാലറിയിൽ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ലായിരുന്നു. അല്ല, അതിൻ്റെ ഉദ്ദേശം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവാത്ത കുഴപ്പമില്ല. ദേഷ്യമില്ല കേട്ടോ, ഞാൻ ദേഷ്യത്തിനല്ല. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഈ പ്രശ്നത്തിലൊന്നും നിങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇനി സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങൾ സിജോൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടണം തോന്നിപ്പോവും. പക്ഷേ ഇടപെടാൻ കഴിയില്ല. ഇടപെട്ട ഫുൾ തെറി ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇടപെടാൻ വയ്യ. കാരണം സിജോയുടെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ ഇടപെടാൻ വയ്യ. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇടപെടുന്നത് മറ്റേ രാജമാണിക്യത്തിൽ എന്താ പറയുക മമ്മൂക്ക പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോൾ ഇടപെടുന്നത് സിജോൻ എൻ്റെ അനിയനാണ് എന്നിട്ട് ലാസ്റ്റ് വരികയാണ്. മനസ്സിലായില്ലേ? അതിന് റീസൺ എന്താ അറിയോ? 8 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങനെയെങ്കിലും വലിച്ചു കിട്ടി 8 മിനിറ്റ് ആവുക, അതിനുള്ള മോണിറ്റൈസേഷൻ, അതിന് 4-5 ആൾക്കാരെ എന്താ പറയുക പരിഗണിക്കില്ല, 4-5 ആൾക്കാരെ പരാമർശിക്കുക, അവരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതിയിടുക. അപ്പോൾ പറയുന്ന സമയത്ത് ഗോപ്രോ മച്ചാനൊന്നും ഒരു ആവശ്യമില്ലാണ്ട് പറഞ്ഞു കേട്ടോ. ഗോപ്രോ മച്ചാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെതായ ലിമിറ്റ്സിൽ വെച്ച് ഡീസൻസിയോട് കൂടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇതിന് മുന്നേ പറ്റുമെങ്കിൽ മറ്റേ സിജോ അതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് ഞാൻ പുറത്തുണ്ടായിരുന്നല്ലോ. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര വീഡിയോ ചെയ്തു നോക്കൂ. എത്രയോ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെറുതെ റോക്കിയൊക്കെ സത്യം പറഞ്ഞാൽ സിജോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് റോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ പിടിച്ചടിക്കും. കാരണം അത്ര അധികം റോക്കിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാത്രി എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ടറിയോ? അത് മുഴുവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് റെഡി ആവുമായിരുന്നില്ലേ? ഇവനത് എല്ലാ പ്രശ്നവും കോംപ്രമൈസ് ആയി എന്ന് വിചാരിച്ചിട്ട് മര്യാദയ്ക്ക് പോവുമായിരുന്നില്ലേ? അപ്പോൾ പിന്നെ എന്തിനാ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? കുട്ടി ചേട്ടൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ലായിരുന്നു കേട്ടോ. ഇതിന് മറുപടി ഉണ്ടാവുമെന്നുള്ള അറിയില്ല. പോട്ടെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.